പൗർണമി പെയ്തിറങ്ങുന്ന പൗർണമിക്കാവ് തിരുവനന്തപുരം വെങ്ങാനൂർ സ്ഥിതി ചെയ്യുന്ന പൗർണമിക്കാവ് ത്രിപുരസുന്ദരി ക്ഷേത്രത്തിൽ നിരവധി ഭക്തരാണ് അനുഗ്രഹം തേടിയെത്തുന്നത്. പ്രദേശവാസികൾക്ക് പുറമെ പ്രമുഖ വ്യക്തികൾ പൗർണമിക്കാവ് ദേവിയുടെ അനുഗ്രഹം തേടി ഇവിടെ എത്തുന്നുണ്ട്. വിശേഷാൽ വിഗ്രഹങ്ങളും പൂജകളും പൗർണമിക്കാവിന്റെ മാത്രം പ്രത്യേകതകളാണ്. ഓരോ പൗർണമി ദിവസവും നിലാവ് പോലെ ദേവി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു. പ്രാദേശികവാസികളെക്കാൾ ദേവിയുടെ അനുഗ്രഹം തേടിയെത്തുന്നത് പ്രമുഖ വ്യക്തികളുമുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ഷിബു സുരേന്ദ്രൻ. ഞാൻ ദുബൈയിലും നാട്ടിലുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ പൗർണമിക്കാവ് അമ്പലത്തിനെ പറ്റി എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞാണ് ഞാൻ അറിയുന്നത് തന്നെ. അപ്പോൾ ഞാൻ ഈ നാട്ടുകാരൻ തിരുവനന്തപുരം നിവാസിയായിട്ട് പോലും ഞാനിത് അറിയാനായിട്ട് വളരെ വൈകിപ്പോയി എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. വെച്ചാൽ കഴിഞ്ഞ 3 പൗർണമിയായിട്ട് ഞാനിവിടെ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ആ ഒരു ദിവസം നമുക്ക് എന്തായാലും ഇവിടെ എത്തിച്ചേരാനുള്ള ഒരു ഇത് നമുക്ക് എന്തായാലും അത് തോന്നും. അതുപോലെ പല വിധത്തിലുള്ള ഇന്ന് ഒരു ശങ്കര ബേക്കറിയുടെ വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടത്തി. നമ്മുടെ ശ്രീ ചെങ്കൽ രാജശേഖരൻ സാറ്, നമ്മുടെ ഉദയാസ് അവർ നടത്തി. പിന്നെ അതുപോലെ ഇതിൻ്റെ കാര്യസ്ഥനായ ശ്രീ പൂനം ചേട്ടൻ, അവരെല്ലാം ഇത്ര ഇതായി നിന്ന് തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തെപ്പറ്റി ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഭക്തർ എന്തായാലും ഇവിടെ എത്തിച്ചേരണം. കഴിഞ്ഞ 6 വർഷമായി ദേവീ പ്രസാദത്തിനായി മധുരം നൽകുന്നത് കോഴിക്കോട് മിഠായി തെരുവിലെ വ്യാപാരിയായ ഋഷിലാണ്. ഞാൻ ഈ 6 വർഷമായി ഈ പൗർണമിക്കാവ് ക്ഷേത്രമായിട്ട് ഞാൻ അടുത്ത ബന്ധമുണ്ട്. എല്ലാ പൗർണമിക്കും ഇവിടെ ദേവിക്കുള്ള നിവേദ്യം എല്ലാ പൗർണമിക്കും ഞങ്ങൾ ഇവിടെ എത്തിക്കാറുണ്ട്. പൗർണമിക്ക് ഞങ്ങൾ വെബ്സൈറ്റ് ഉദ്ഘാടനം പൗർണമിക്കാലിൽ വെച്ച് നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത്. അങ്ങനെയാണ് ജന ടി വിയുടെ MD-യുമായ ചെങ്കൽ രാജേഷ് സാറാണ് ഞങ്ങളുടെ വെബ്സൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ഒറ്റക്കല്ലിൽ തീർത്ത വിഗ്രഹങ്ങൾ കാണാനും അനുഗ്രഹം തേടാനും അന്യ സംസ്ഥാനത്തു നിന്നുള്ളവർ പോലും എത്തുന്നുണ്ട്. पूर्णिमा काउल टेम्पल में मैं 5 साल से इधर आ रहा हूँ. मुंबई से मैं मेरे दादाजी के साथ इधर आया था फर्स्ट टाइम में, और अम्मा का आशीर्वाद से इधर आने के बाद बहुत सारा जीवन में सफलता, अनुग्रह और शांति प्राप्ति हुआ है. ഒറ്റക്കല്ലിൽ തീർത്ത ശനീശ്വര കാകവിഗ്രഹം, ലോകത്തിലെ ഏറ്റവും വലിയ ഗണപതി പ്രതിമയായ ഗണേശ വിഗ്രഹവും പൗർണമിക്കാവ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ്. ജനം, തിരുവനന്തപുരം.